ഇനി നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ഇപ്പോൾ ഷമീറിന്റെ വീട്ടിലുണ്ട് അല്ലേ? കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീറിന്റെ വീട്ടിൽ നിന്നാണ് ദിലീപ് നമുക്കൊപ്പം ചേരുന്നത്. ദിലീപ്, ഈ മരണവാർത്ത വന്നതിന് ശേഷം ആദ്യം വന്നത് ഷമീറിനെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരമാണ്. ഇപ്പോൾ മറ്റു പലരുടെയും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഷമീറിന്റെ വീട്ടിൽ രാവിലെ തന്നെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ദിലീപ്? കുടുംബം മൃതദേഹം കൊണ്ടുവരുന്നതിനുമൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുകയാണോ ഇപ്പോൾ? സുജിയ, അരുൺകുമാർ, ഞാൻ ആദ്യമേ ഒരു തിരുത്തൽ തരട്ടെ. നമ്മൾ ഷമീറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന മധ്യേ അയൽവാസികളുമായി വിളിച്ചപ്പോൾ അവർ ഒരു നിർബന്ധം വെച്ചു. നിങ്ങൾ മാധ്യമങ്ങൾ ഇന്ന് ദയവ് ചെയ്ത് ഈ വീട്ടിൻ്റെ പരിസരത്തേക്ക് വരരുതെന്ന് അവർ അഭ്യർത്ഥിച്ചിരുന്നു. അത് മാനിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് ഇന്ന് നമ്മൾ ആരും തന്നെ, ഒരു മാധ്യമങ്ങൾ തന്നെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഇത് അവിടെ വലിയ അവരുടെ സഹോദരിമാരുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, അവരൊക്കെ തന്നെ വലിയ വേദനയിൽ ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ആരോടും തന്നെ അങ്ങോട്ട് എത്തരുതെന്ന അയൽവാസികളൊരു നിർബന്ധം വെച്ചിരുന്നു. കഴിഞ്ഞ 8 മാസം മുൻപാണ് ഷമീർ കൊല്ലത്ത് നിന്ന് തിരിച്ച് കുവൈത്തിലേക്ക് പോയത്. അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ 32 വയസ്സാണ് ഷമീറിന്. ഷമീർ പൂയപ്പള്ളി സ്വദേശിയാണെങ്കിൽ പോലും ഇപ്പോൾ കൊല്ലം ജില്ലയുടെ അതിർത്തി, ആലപ്പുഴ അതിർത്തിയിൽ വയ്യാങ്കരയിലാണ് താമസിക്കുന്നത്. പിതാവുണ്ട്, മാതാവും അതുപോലെ തന്നെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. ഭാര്യ സുറുമിയാണ്, 32 വയസ്സുണ്ട്. അദ്ദേഹം വിവാഹിതനാണ്, കുട്ടികളൊന്നും ആയിട്ടില്ല. അങ്ങനെ കുടുംബം പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അന്യദേശത്ത് ജോലി ചെയ്യുന്ന 8 വർഷമായി അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ സഹോദരൻ്റെ സുഹൃത്തിന് വഴിയാണ് ഇപ്പോൾ മരണവിവരം രാവിലെ 11 മണിയോടുകൂടെ തന്നെ ഈ വീട്ടിലേക്ക് അറിഞ്ഞത്. ആ സമയത്ത് തന്നെ സുഹൃത്തുക്കൾ വീടിൻ്റെ അയൽവാസികളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും എല്ലായിടത്തും ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പിന്നീട് വീട്ടിൽ പിതാവിനോടും ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. പിതാവടക്കം ഈ കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളെല്ലാം തന്നെ അടുത്ത രാജ്യങ്ങളിലും അതുപോലെ തന്നെ കുവൈറ്റിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അവരും ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷമീറിൻ്റെ സുഹൃത്തുക്കൾക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യങ്ങൾ പറയേണ്ടത്, നമ്മൾ ഈ ആദ്യത്തെ വാർത്ത നൽകിയതിന് ശേഷം പലരും നമ്മളെ ഫോണിൽ വിളിച്ച് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ ഇപ്പോൾ പുനലൂരിലും അതുപോലെ തന്നെ കണ്ണനല്ലൂരിലും ആളുകൾ മരിച്ചെന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. അത് സത്യമാണോ എന്ന് ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. കൃത്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം ഷമീറിൻ്റെത് മാത്രമാണ്. മറ്റൊന്നും തന്നെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. കാരണം ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വാട്സപ്പ് വഴിയൊക്കെ ഈ സന്ദേശം അയക്കുമ്പോൾ കുടുംബങ്ങൾക്കുണ്ടാകുന്നൊരു വേദന ഈ ആളുകളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും നമ്മളെ വിളിക്കുന്നു, നമ്മൾക്ക് വിവരങ്ങൾ കിട്ടുന്നു. ഇപ്പോൾ ടോൾ ഫ്രീ നമ്പറിലാണെങ്കിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഈ വിവരങ്ങൾ ദിലീപ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. കൃത്യമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം.